കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കും, യൗവനക്കാർക്കും, കുഞ്ഞുകുട്ടികൾക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഗന്നേസരത്ത് തടാകത്തിൻ്റെ അരിക്, ആ കടൽ തീരം, അവിടെ യേശു നിൽക്കുന്നു. വലിയൊരു കൂട്ടം പുരുഷാരം തിക്കിത്തിരക്കിക്കൊണ്ട് യേശുവിൻ്റെ അരികിൽ വന്നു. യേശു ദൂരേക്ക് നോക്കുകയാണ്. വലിയൊരു കൂട്ടം ജനം അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടല്ല യേശുവിൻ്റെ നോട്ടം. അപ്പുറേ മാറി രണ്ട് പടകുകൾ, അതിൽ നിന്നും മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം യേശു അവരെ തന്നെ നോക്കാൻ കാരണം? വലിയൊരു കൂട്ടം ജനക്കൂട്ടം യേശുവിൻ്റെ തൊട്ടടുത്തുണ്ട്. പക്ഷേ കുറച്ച് ദൂരെയുള്ള രണ്ടുപേരിലേക്ക് കർത്താവ് നോക്കി. കാരണം എന്താണെന്നറിയാമോ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ, ഒരു പൊടിച്ച് മീൻ പോലും കിട്ടാതെ പടക് കാലിയായി, വലയിൽ ഒന്നും പെടാത്ത രണ്ടുപേർ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലേ? നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളെ നോക്കുന്നൊരു യേശുവുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന യേശുവിനെ നിങ്ങളൊന്ന് കാണണം. അത്രയേ ഉള്ളൂ. നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകളുണ്ട്. ആ രണ്ട് കണ്ണുകളിലേക്ക് നമ്മുടെ രണ്ട് കണ്ണുകൾ ചെന്ന് ഉടക്കണം. കർത്താവിന് സ്തോത്രം. ഭാഗ്യവശാൽ യേശുക്രിസ്തു ആ രണ്ട് പടകുകളെ ലക്ഷ്യമായി നടന്നു. സ്തോത്രം. ആ പടകിലേക്ക് കാലെടുത്തു വെച്ചു. അവരുടെ അനുവാദം പോലും ചോദിച്ചില്ല. കർത്താവിന് സ്തോത്രം. ശീമോൻ പത്രോസിന്റെ പടകിലേക്ക് കർത്താവ് കാലെടുത്തു വെച്ചു. എന്തൊരു ഭാഗ്യമാണത്! അഖിലാണ്ടത്തെ മെനഞ്ഞ സൃഷ്ടാവാം ദൈവമായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലെ ഒരു പാവപ്പെട്ടവന്റെ പടകിലേക്ക് കാലെടുത്ത് വയ്ക്കുക. ഇതൊക്കെ എന്തൊരു അത്ഭുതമാണ്! കർത്താവിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചന്ദ്രനിൽ കാൽകുത്തിയ ജെയിംസ് ഇർവിൻ? ചന്ദ്രനിൽ ഒന്നാമത് കാൽകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണല്ലോ, നിങ്ങൾക്കറിയാം. അദ്ദേഹം ചന്ദ്രനിൽ കാൽകുത്തിയതിനു ശേഷം പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന്. എന്നാൽ പിന്നീട് ചന്ദ്രനിൽ കാൽകുത്തിയതായ ജെയിംസ് ഇർവിൻ, അദ്ദേഹം ഒരു ബൈബിളിന്റെ കോപ്പി കൂടി കൊണ്ടുപോയി എന്ന്. ഓഹോ, അപ്പോൾ ഉന്നതരായ ശാസ്ത്രജ്ഞന്മാരൊക്കെ യേശുവിനെ പിൻഗമിക്കുന്നവരാണെന്നോ? അതെ പ്രിയരെ, എത്രയോ അമേരിക്കൻ പ്രസിഡന്റുമാര്, എത്രയോ വാന നിരീക്ഷണ ശാസ്ത്രജ്ഞന്മാര്, ഐസക് ന്യൂട്ടൺ, തോമസ് ആൽവ എഡിസൺ പോലുള്ളതായ ഉന്നതരായ ശാസ്ത്രജ്ഞന്മാർ ഈ യേശുവിനെ അനുഗമിച്ചവരായിരുന്നു. പേപ്പട്ടി വിഷത്തിന് മരുന്ന് കണ്ടുപിടിച്ച ലൂയി പാസ്റ്റർ, അദ്ദേഹം ക്രിസ്തുഭക്തനായിരുന്നു. അതെ, അനേകർ യേശുവിനെ അനുഗമിച്ചവരാണ്. എന്നാൽ ഈ ജെയിംസ് ഇർവിൻ ചന്ദ്രനിൽ കാൽകുത്തിയതിനു ശേഷം അദ്ദേഹം ബൈബിൾ എടുത്ത് വായിച്ചു. എന്താ വായിച്ചെന്നറിയാവോ? കർത്താവേ, നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും ഓർക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. എന്തൊരു എളിമയുടെ വാക്കുകളാണത്. പിന്നീട് ജെയിംസ് ഇർവിൻ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് അനേക സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് അനുമോദന യോഗങ്ങളും സ്വീകരണ ചടങ്ങുകളും നടന്നപ്പോൾ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമിയിലുള്ള ഞാൻ അങ്ങ് ദൂരെ ദൂരെയുള്ള ചന്ദ്രനിൽ കാൽകുത്തിയതല്ല ഏറ്റവും വലിയ അത്ഭുതം. പിന്നെ എന്താണാവോ? ജനങ്ങൾ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജെയിംസ് ഇർവിൻ പറയുമായിരുന്നു, ഞാൻ ചന്ദ്രനിൽ കാൽകുത്തിയതല്ല ഏറ്റവും വലിയ അത്ഭുതം, നിത്യ തേജോമയനായ ദൈവം അഖിലാണ്ടത്തെ മെനഞ്ഞ സ്വർഗീയ സിംഹാസനത്തിൽ വാണരുളുന്ന കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയതുമാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന്. അതേ പ്രിയരെ, നമ്മുടെ പാവപ്പെട്ട നമ്മുടെ കൊച്ചു ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു യേശുവുണ്ട്. നിങ്ങളുടെ ജീവിതം തകർന്നതാണോ? തളർന്നതാണോ? നിങ്ങളുടെ ജീവിതം നിരാശയിൽ കഴിയുന്നതാണോ? പലതും ചെയ്തു, പക്ഷേ പുരോഗമനമില്ല. പലതും ചെയ്തു നോക്കി, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അഭിവൃദ്ധി കിട്ടും, പ്രതീക്ഷയോടെ ചെയ്തു, മാറി മാറി പലതും ചെയ്തു, ഒന്നിലും ഒരു അഭിവൃദ്ധി കിട്ടാതെ, ഒന്നിലും ഒരു പുരോഗതി കിട്ടാതെ അധ്വാനിച്ച് തളർന്നവരാരെങ്കിലും ഉണ്ടോ? എൻ്റെ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞവരാരെങ്കിലും ഉണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ആർക്കും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുമില്ല പ്രിയരെ. ആശ്വസിപ്പിക്കാൻ കഴിയുന്നവൻ ഒരേ ഒരുവൻ, അവൻ്റെ പേരത്രേ കർത്താവായ യേശുക്രിസ്തു. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം മൃദുവും
എൻ്റെ ചുമട് ലഘുവുമാകുന്നുവെന്ന്. അതേ പ്രിയരെ, നമ്മുടെ ഭാരങ്ങൾ മാറും, ആകുലങ്ങൾ മാറും, ആങ്സൈറ്റീസ് മാറും, സങ്കടങ്ങൾ മാറും. ഞാനും നിങ്ങളെപ്പോലെ ടെൻഷൻ അടിക്കാവുന്ന സാഹചര്യത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും ടെൻഷൻ അടിക്കേണ്ട സാധ്യതകളുണ്ട്. പക്ഷെ കൃപയാൽ എന്ന് മാത്രം പറയട്ടെ, ഒരു ടെൻഷനില്ലാത്ത ലൈഫ് ഞാൻ നയിക്കുന്നു. എൻ്റെ മുഖം പ്രസന്നമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഈ ഭൂമിയിൽ സ്വത്തോ സമ്പത്തോ ആരോഗ്യമോ ബന്ധുജനമോ ഒന്നും ഉള്ളത് കൊണ്ടല്ല. ഞാൻ പറയും, എനിക്ക് യേശു ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അപ്പോൾ പറയും, എനിക്ക് യേശു ഉണ്ടല്ലോ. അതേ, നിങ്ങളും പറയണം. നിങ്ങൾക്ക് രോഗമുണ്ടോ? രോഗികളായിട്ടിരിക്കുന്നവരാരെങ്കിലും ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയണം, എനിക്ക് യേശു ഉണ്ട്. കടബാധ്യതയിൽ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയണം. നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം പറയണം, എനിക്ക് യേശു ഉണ്ട്. എൻ്റെ കടം യേശു നോക്കും, എൻ്റെ മക്കളുടെ കാര്യം യേശു നോക്കും, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ യേശുവിന് കഴിയും. യേശു സർവശക്തനാണ്. എൻ്റെ പ്രിയരെ, അത് വിശ്വസിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. അതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കുക. ഈ ശീമോൻ പത്രോസ് ജനത്തോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാംക്ഷയോട് നോക്കിക്കൊണ്ടിരുന്നു. ജനത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കാണാം. ശീമോൻ പത്രോസിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ശീമോനെ, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും. ജനത്തോട് സംസാരിച്ചുവെങ്കിലും ശീമോന്റെ കാര്യം കർത്താവ് മറന്നില്ല. അതെ, കർത്താവിന് വേണ്ടി പടക് കൊടുത്തവരുടെ കാര്യം മറക്കുകയില്ല കർത്താവ്. നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുത്താൽ ആരെല്ലാം മറന്നാലും, ചിലപ്പോൾ സ്വന്തം അമ്മ പോലും മറന്നു പോകും, മറ്റുള്ളവർ മറക്കും, നിങ്ങൾ സഹായിച്ചവരും ചിലപ്പോൾ നിങ്ങൾ മറന്നു കളയും. പക്ഷെ യേശു മറക്കുകയില്ല. യേശു ശീമോനെ മറന്നില്ല. ശീമോനെ, നിനക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ കിട്ടിയില്ലെന്ന് എനിക്കറിയാം. നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും. പത്രോസ് പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നവര് ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശപ്പെട്ട് കഴിയുന്നവരാണെങ്കിൽ യേശുവിൻ്റെ വാക്കിന് വലയിറക്ക്. നിങ്ങൾ യേശുവിൻ്റെ വചനം കേൾക്ക്, നിങ്ങൾ യേശുവിൻ്റെ വചനം അനുസരിക്ക്, എന്നിട്ട് ജീവിതം തുടങ്ങ്. കാണാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതൽ. ഹല്ലേലൂയ. അവർ അങ്ങനെ ചെയ്തപ്പോൾ വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു പൊടിച്ച് മീൻ പോലും കയറാത്ത പത്രോസിന്റെ വലയിൽ ഇത് വല കീറുവാൻ തക്കവണ്ണം മീൻ. ഇത് എവിടെ നിന്ന് വന്നു? അതാണ് യേശു നമ്മെ അനുഗ്രഹിച്ചാൽ. മാത്രവുമല്ല, 7-ാം വാക്യം, അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം മീൻ നിറച്ചു. എന്തൊരു അത്ഭുതം! നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുകയില്ല. എങ്ങനെ ഇതൊക്കെ ശരിയാവും? അതല്ലേ നമ്മുടെ ചിന്ത. എങ്ങനെ ഈ ഊരാ കുടുക്കൊന്ന് മാറും? എങ്ങനെ ഈ കടത്തിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടും? എങ്ങനെ എനിക്ക് സ്വന്തമായി ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റും? എൻ്റെ ആയുസ്സിൽ സാധിക്കുമോ? ഈ കടം മാറിയിട്ട് വേണ്ടേ? ഇങ്ങനെ 100 ചിന്തകളുമായി അസാധ്യമെന്ന് ചിന്തിച്ച് വലിയൊരു ചോദ്യചിഹ്നം നിങ്ങളുടെ മുന്നിലിട്ടുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം കേട്ട് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ പടക് നിറയാറാകുവോളം, വല കീറാറാകുവോളം നിറച്ചു തരുന്നൊരു യേശുവുണ്ട്. ഈ അനുഗ്രഹം കണ്ടപ്പോൾ പത്രോസ് എന്താ ചെയ്തത്? പത്രോസിന് പാപബോധം, കുറ്റബോധം. എൻ്റെ അടുക്കൽ വരുന്നത് ആരാണ്? എൻ്റെ പടകിൽ ഇത്രയും സമയം നിന്നത് ആരാണ്? പത്രോസിന് യേശുവിനെ തിരിച്ചറിയാനുള്ള ഭാഗ്യം കിട്ടി. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് അവിടുന്ന് എന്നെ വിട്ട് പോകണമേ എന്ന്. പോകാൻ വേണ്ടിയിട്ടല്ല പത്രോസ് പറഞ്ഞത്, പത്രോസിൻ്റെ എളിമ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ അനുഭവങ്ങളെല്ലാം നമുക്കും കർത്താവ് തരും. ഇത് ശീമോൻ പത്രോസിന് വേണ്ടി മാത്രം എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കൊടുക്കുന്ന ചില അനുഭവങ്ങളല്ല. നാം ഓരോരുത്തരും യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്ത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിച്ചാൽ, യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം വേർതിരിച്ചാൽ, നമ്മുടെ ജീവിതം, നാഥ, അവിടുന്ന് കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ യേശുവിനായി ജീവിക്കുമെന്ന് നിങ്ങൾ ഇന്നൊരു സമർപ്പണം എടുത്താൽ, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ആ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കുന്നതാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസം. ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ഇന്നാകരുതോ? മറ്റൊന്നും ചെയ്യേണ്ട പ്രിയരെ. നിങ്ങളുടെ സ്വത്ത് കളയണ്ട, നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കേണ്ട, നിങ്ങളുടെ കുടുംബജീവിതം ഉപേക്ഷിക്കേണ്ട. നിങ്ങൾക്ക് മക്കളെ വളർത്താം,
സമ്പത്തുണ്ടാക്കാം, ഒന്നും തെറ്റല്ല. പക്ഷേ യേശുവിനെ സ്നേഹിക്കുക, ഒന്നാമത് യേശുവിനെ സ്നേഹിക്കുക. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നാഥ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഞാൻ ഇന്നു മുതൽ യേശുവിനായി ജീവിക്കും. ലോകത്തിന് വേണ്ടിയിട്ടല്ല, പാപത്തിന് വേണ്ടിയിട്ടല്ല, കൂട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ യേശുവിനായി ജീവിക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയും, നിങ്ങൾക്ക് മുഷിച്ചിലാകുമോ? 19-ാമത്തെ വയസ്സിൽ ആ ജീവിതം, എൻ്റെ ഈ തകർന്ന ജീവിതം ഞാൻ യേശുവിന് കൊടുത്തതുകൊണ്ട് എൻ്റെ ജീവിതം ധന്യമായി. ഞാനതൊരു ഭാഗ്യവാനാണ്. ഒരു സംതൃപ്തിയുള്ള ജീവിതം, കുടുംബജീവിതം, ഔദ്യോഗിക ജീവിതം, വ്യക്തിപരമായ ജീവിതം, സഭാജീവിതം, കൂട്ടായ്മ ജീവിതം, അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന, എനിക്ക് സഭാഭേദമില്ല, ഞാൻ എല്ലാ മതത്തിലുള്ളവരെയും സ്നേഹിക്കുന്നു, എല്ലാ സഭയിലുള്ളവരെയും സ്നേഹിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ലോകമെമ്പാടുള്ളവരെയും ഞാൻ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന എല്ലാവരെയും സഭാഭേദമന്യേ സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും എൻ്റെ കർത്താവ് വിശാലമായൊരു ഹൃദയം എനിക്ക് കൃപയാൽ തന്നു. എല്ലാം ദാനമാണോ? എല്ലാം ദാനമാണ് കേട്ടോ. എല്ലാം കൃപ. ഈ നല്ല യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കൂ, എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ ഏതെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ ചിലതെല്ലാം പങ്കുവയ്ക്കാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. പക്ഷേ ഞങ്ങൾ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ ഞങ്ങൾ എന്നും പാവപ്പെട്ട ജനത്തിന് കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയാമോ? നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ യേശുവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണം. അങ്ങനെ യേശുവുമായിട്ടുള്ള ബന്ധം അത് വളർന്ന് നിത്യതയിലെത്തുവോളം വളരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് കർത്താവ് സഹായിക്കട്ടെ, ഇടയാക്കട്ടെ. ദൈവനാമം